കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ലീഡ്സിൽ നിന്ന് ഡയറക്റ്റ് സെയിൽസിലേക്കല്ല കൺവേർട്ട് ആവുന്നത്. കൺവേർഷൻ റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ കൺവേർഷൻ അനലൈസ് ചെയ്യാൻ പോകണം. ലീഡ് വന്നു, അവിടുന്ന് അപ്പോയിൻമെൻറ്റിലേക്ക് എത്ര കൺവേർഷൻ വന്നു. ഇപ്പോൾ നമ്മൾ 4 phase സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പല ഓർഗനൈസേഷനിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 4 phases ആയിട്ടാണ് സെയിൽസ് നടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസിലേക്ക് എത്ര വന്നു, സെക്കൻഡ് ഫേസിൽ നിന്ന് തേർഡ് ഫേസിലേക്ക് എത്ര വന്നു, തേർഡ് ഫേസിൽ നിന്ന് ഫോർത്ത് ഫേസിലേക്ക് എത്ര വന്നു. അപ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ് വൈസിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് എന്ത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്, നമ്മളിനി കൺവേർഷൻ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് ടാർഗറ്റ് വെച്ച് കളിക്കണം. അപ്പോൾ എന്താ ഗുണം എന്നറിയോ? സെയിൽസിൽ നിൽക്കുന്ന ഒരു ടെലികോളറിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവൻ അപ്പോയിൻമെൻറ്റ് മാത്രമായിരിക്കും അവൻ്റെ ടാർഗറ്റ്. ഇത്ര അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, അങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അവൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇത്ര അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നുള്ള ടാർഗറ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അതിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ അടുത്ത ടീമായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ ഒരാൾ തന്നെ ആണെങ്കിൽ പോലും ആ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ഉള്ള കൺവേർഷൻ ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം.